ഒരു സ്വസ്ഥതയില്ല. എനിക്ക് മടുത്തു ആന്റി. എനിക്ക് മനസ്സിലായി. ആ പൂ കെട്ടുന്നവളെ കുറിച്ചല്ലേ നീ പറയുന്നത്. ഇനി അവള് മിണ്ടാതെ ഇരുന്നോളും. കണക്കിന് കൊടുത്തല്ലോ ഞാന്. അം, അം, ഇവിടെ സ്വസ്ഥതയോടെ ഒന്നും കഴിയാൻ പറ്റില്ല ആന്റി. അവരെന്ത് പറയും, ഇവരെന്ത് പറയുന്നു ഭയന്ന് എത്ര കാലം ഇങ്ങനെ കഴിയും? ഒരു വാടക വീട് എടുത്ത് മാറി താമസിച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. മാറി താമസിക്കാനോ? ആ അതെ ആന്റി, ഇവിടെ ഇങ്ങനെ കഴിയാൻ പറ്റില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേറെ എന്ത് ചെയ്യാനാ ആന്റി? ഇവിടെ ഒരു പ്രൈവസി പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യുന്നു നോക്കിയിരിക്കാ ചിലര്. എന്നെ വാച്ച് ചെയ്യാ. എല്ലാരും ഇവിടുന്ന് പോണം. ഭാര്യയും ഭർത്താവും മാത്രം ഇവിടെ സുഖമായിട്ട് കഴിയണം. അതിനു വേണ്ടിയാ ആ പൂക്കാരി ഇതൊക്കെ ചെയ്യുന്നേ. അവരിവിടെ താമസിക്കട്ടെ. ഞാനും സുധി ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. ഞങ്ങൾ വേറെ താമസിച്ചോളാം. അങ്ങനെയൊന്നും പറയാതെ മോളെ. നീ എന്തിനാ ഇവിടുന്ന് പോണം? പോകേണ്ടതേ ആ പൂ കെട്ടുന്നവളാ. എന്റെ മോനില്ലാതെ എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. അവൻ എപ്പോഴും എന്റെ അടുത്ത് തന്നെ വേണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഇവിടെ സന്തോഷത്തോടെ കഴിയണം. അത് കാണുന്നതിൽ പരസന്തോഷം എനിക്ക് വേറെ ഇല്ല ശ്രുതി. ഞാൻ വേറെ എന്ത് ചെയ്യാനാ ആന്റി? ആദ്യം സച്ചിയായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ രേവതിയും തുടങ്ങി. രണ്ടുപേരും ചേർന്ന് എന്നെ എത്ര നാളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇവിടുന്ന് പോണമെന്ന രേവതിയുടെ ആഗ്രഹം. അവളുടെ മനസ്സിലിരിപ്പ് നടക്കില്ല. എനിക്ക് ജീവനുള്ള കാലത്തോളം നടക്കില്ല. അതെ, നിങ്ങൾ രേവതിയെ ഇവിടെ ഓടിക്കുക വേണ്ടത്. അതിനുള്ള വഴി നോക്ക്. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോവല്ല വേണ്ടത്. അവളുടെ ആഗ്രഹം നടക്കട്ടെ. ഞങ്ങൾ പൊയ്ക്കോളാം ആന്റി. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം നിങ്ങൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ എങ്ങോട്ടും പോവില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നീയും സുധിയും ശ്രീകാന്തും വർഷയും ഇവിടെ വേണം. പോകേണ്ടതേ സച്ചിയും രേവതിയോ. ആന്റി ഞാൻ... നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞതനുസരിച്ചാ മതി. നീ എനിക്ക് കുറച്ച് സമയം താ. ഈ പൂ കെട്ടുന്നവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീ മുറിയിലേക്ക് ചെന്ന് റെസ്റ്റ് എടുക്ക്. ചെല്ല് ശ്രുതി, ചെല്ല്. പാവം കുട്ടി. ശ്രുതി പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അവൾ എന്തൊക്കെ മറക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ. ശ്രുതി, നിനക്ക് വിഷമമായോ? പിന്നെ വിഷമാവാതെ എന്തിനാ എല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നത്? എനിക്ക് ഈ വീട്ടിൽ കഴിയാനേ തോന്നില്ല സുധി. ഈ വീട് വിട്ട് വേറെ താമസിക്കുന്നതാണ് നല്ലതെന്ന് നീ അമ്മയോട് പറഞ്ഞിരുന്നല്ലേ? ആ കാര്യം അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അതൊന്നും നടക്കില്ല ശ്രുതി. ഞാനില്ലാതെ അമ്മയ്ക്ക് ഇവിടെ കഴിയാൻ പറ്റില്ല. അതുമല്ല, അമ്മയെ വിട്ടിട്ട് എനിക്കും അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഞാനിവിടുന്ന് പോയാലും സുധി എന്റെ കൂടെ വരില്ല അല്ലേ? നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ. അമ്മയ്ക്ക് എന്നെ ജീവനാണെന്നുള്ള കാര്യം നിനക്കറിയില്ലേ? സച്ചി വെറും ഒരു കാർ ഡ്രൈവർ. സുധി വിദ്യാഭ്യാസമുള്ള ആൾ, ബിസിനസ്മാൻ. എന്നിട്ടും ഈ വീട്ടില് സുധിയേക്കാ ബഹുമാനം എല്ലാവർക്കും സച്ചിയോടാ. അവനെ പേടിയാ. എന്തിന്? സുധിയുടെ അമ്മയ്ക്ക് പോലും അവനെ പേടിയാ. എന്തിന് സച്ചി കൂടെ നിൽക്കുന്ന ധൈര്യത്തിലാ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരെന്തിനാ നമ്മുടെ ലൈഫിൽ തലയിടുന്നേ? ഇത് ഇന്നും ഇന്നലൊന്നും തുടങ്ങിയതല്ല. അതുകൊണ്ടാ ഞാൻ മാറി താമസിക്കാന്ന് പറയുന്നത്. സച്ചിയും രേവതിയും പറയുന്നൊക്കെ ഇവിടെ ആരെങ്കിലും കാര്യമായിട്ട് എടുക്കോ? കള ശ്രുതി. ഇവിടെ ഇപ്പൊ മാറി താമസിക്കുന്നതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട. അതൊന്നും നടക്കില്ല. ശ്രുതി, എന്തുകൊണ്ടാ നീ പ്രഗ്നന്റ് ആയ കാര്യം എന്നോട് പറയാറുന്നത്? അതും അബോർഷനായിട്ട് നീ എന്നോട് പറഞ്ഞില്ല. സോറി സുധി, പ്രഗ്നന്റ് ആയോടൻ അബോർഷൻ ആയിപ്പോയി. ആ സമയത്ത് സുധിക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു സുധി. അപ്പോ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാ ഞാൻ പറയാതിരുന്നത്. സുധിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ശ്രുതി, ദേഷ്യം തോന്നാനോ? എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. ആക്ച്വലി ഞാനിപ്പോ ഹാപ്പിയാ. ഹാപ്പിയാണെന്നോ? അതെ. അപ്പോ അബോർഷനായതില് സുധിക്ക് വിഷമമൊന്നുമില്ലേ? കുഞ്ഞു പിറക്കാതെ പോയതില് സുധിക്ക് സങ്കടമില്ലേ? അത് ഓർക്കുമ്പോ ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. എന്നാലും നമുക്കൊരു കുഞ്ഞുണ്ടാവും. നമുക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് പറയായിരുന്നു. നീ പറഞ്ഞിരുന്നല്ലോ ചെക്കപ്പ് നടത്തണമെന്ന്. ഇനി അതിന്റെ ഒരാവശ്യമില്ല. നമ്മൾ രണ്ടുപേരും ഹെൽത്തിയാ. അപ്പൊ ഒരു പ്രശ്നമില്ല. പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഞ്ഞ് പിറക്കും. അതിലെനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നിനക്ക് അബോർഷൻ ആയില്ലായിരുന്നെങ്കിൽ ഇപ്പോ കുഞ്ഞിന് എത്ര മാസമായി കാണും? പറ, എത്ര മാസമായി കാണും? 4 മാസം. അബോർഷൻ ആയിരുന്നില്ലെങ്കിൽ നമ്മളിപ്പോ കുഞ്ഞിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുമായിരുന്നല്ലേ? പിറക്കുന്നത് ആൺകുട്ടിയായിരിക്കോ പെൺകുട്ടിയായിരിക്കോ എന്നുള്ള ആകാംക്ഷ ഉണ്ടാവും. കുഞ്ഞിനിടാനുള്ള പേരൊക്കെ നമ്മൾ കണ്ടുവെക്കും. ഞാൻ പറയുന്ന പേര് ചിലപ്പോ നിനക്ക് ഇഷ്ടപ്പെടില്ല. നീ പറയുന്ന പേര് എനിക്കും ഇഷ്ടപ്പെടില്ല. ഒടുവിൽ തർക്കമാവും. ഒടുക്കം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഒരു പേര് കണ്ടെത്തും. നിന്നെ കൂട്ടി ഞാൻ ഇടയ്ക്കിടെ ഹോസ്പിറ്റലിലൊക്കെ പോകും. ഈ സമയത്ത് സ്കാനിംഗ് ഒക്കെ നടത്തേണ്ടി വരുമല്ലേ? നമ്മള് കുഞ്ഞിന് വേണ്ട ഡ്രസ്സും തൊട്ടിലും ഒക്കെ വാങ്ങിവെക്കും. പിന്നെ ഈ ടൈമില് നിനക്ക് ഇടയ്ക്കിടെ തലച്ചുറ്റലും ഓക്കാനും ഒക്കെ വരും. നീ തളർന്നു കിടക്കുമ്പോ ഞാൻ നിന്റെ അരികെ തന്നെ ഇരിക്കും. ഈ സമയത്ത് പച്ചമാങ്ങ കഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ കാണും. ഒന്നല്ല, ഒരു 10-20 കിലോ പച്ചമാങ്ങ വാങ്ങിക്കൊണ്ട് തരും ഞാൻ. പിന്നെ നമ്മുടെ കുഞ്ഞിനെ ചേർക്കാൻ നല്ല സ്കൂളൊക്കെ കണ്ടുവയ്ക്കും. അഡ്മിഷൻ ഫോമൊക്കെ ഇപ്പൊ തന്നെ വാങ്ങിക്കും. ശ്രുതി, എന്തിനാ നീ കരയുന്നേ? കരയാതെ. നീ പ്രഗ്നന്റ് ആണെന്നുള്ള സന്തോഷം നീ അടുത്ത് തന്നെ എന്നോട് പറയും. ഈ വീട്ടില് നമ്മുടെ കുഞ്ഞായിരിക്കും ആദ്യം പറക്കുക. സോറി സുധി, കുഞ്ഞിന് പിറകെ ഒന്നായി ഞാൻ നിന്നോട് കള്ളം പറയാ. സുധിയോടുള്ള സ്നേഹം കൊണ്ടാ, സുധിയുടെ കൂടെ ജീവിക്കണമെന്ന് കൊതി കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സുധി എന്നോട് ക്ഷമിക്ക്. ചേച്ചി, പൂവെടുത്തോ? കൊടുത്തു. അപ്പോഴാ നിന്നെ ഞാൻ വിളിച്ചേ. നീ ജോലി തിരക്കിലാണോ? ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? വാ, നമുക്ക് ക്യാന്റീനിൽ പോയി ഒരു ചായ കുടിക്കാം. ചായ ഒന്നും വേണ്ട ദേവു, പെട്ടെന്ന് പോകാനുള്ളതാ. പൂ എടുക്കാനുണ്ടേ? ശ്രുതി ചേച്ചി മുൻപ് കൺസീവായ കാര്യം അറിഞ്ഞപ്പോ തലക്കിടെ കിട്ടിയതുപോലെ ആയിരുന്നല്ലോ.
ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ ശരിയായോ? വീട്ടിൽ നിന്ന് ശ്രുതിയും അമ്മയൊക്കെ നല്ല മരുന്ന് തന്നായിരുന്നു. അതുകൊണ്ടാ ശരിയായേ. നല്ല അടിയുടെ കുറവാ നിനക്ക്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് നീ നഴ്സിനോട് പോയി ചോദിച്ചു. അവര് പറഞ്ഞത് നീ എന്നോട് പറഞ്ഞു. അതോടെ എന്റെ കിളി പോയി. നീ എന്തറിഞ്ഞിട്ടാ ദേവു? വീട്ടിലത് വലിയ വിഷയായി. അതിന് ഞാനിത് ആരോട് പറഞ്ഞില്ല ചേച്ചി. നീ പറഞ്ഞില്ല, പക്ഷെ ഞാൻ അറിയാതെ പറഞ്ഞുപോയി. ആരോടാ പറഞ്ഞേ? വർഷയോട്. വർഷ അത് ശ്രീകാന്തിനോട് പറഞ്ഞു. ശ്രീകാന്ത് അത് പോയി സച്ചേനോട് പറഞ്ഞു. പിന്നെ ഓരോരുത്തരോടായി പറഞ്ഞു. ഒടുവില് എല്ലാവരും അറിഞ്ഞു. അമ്മ ഇതില് സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് പോയി ശ്രുതിയോട് ചോദിച്ചു. അങ്ങനെ വീട്ടിൽ വലിയ പ്രശ്നമായി. പതിവ് പോലെ കൊടുക്കാം. അമ്മയുടെ വാള് എന്നെ നേരെ നീണ്ടു. അതിന് നമ്മളുള്ളതല്ലേ പറഞ്ഞേ, കള്ളത്തിലൊന്നും അല്ലല്ലോ. എന്റെ ദൈവം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല. സച്ചേട്ടന്റെ ഏട്ടൻ കല്യാണം കഴിച്ച ശേഷം ശ്രുതി ഒരു തവണ പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അത് അബോഷനായി പോയി. അയ്യോ. ഇല്ല കഥ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവരൊക്കെ ചേർന്ന് എന്നെ അങ്ങ് വറുത്തെടുത്തു. സോറി ചേച്ചി, എല്ലാത്തിനും ഞാനാ കാരണം. നീയൊന്നുമല്ല, ഞാൻ തന്നെയാ കാരണം. ഞാനൊന്നും മിണ്ടാതിരിക്കണമായിരുന്നു. വർഷയോട് പറഞ്ഞതാ ഇപ്പൊ പ്രശ്നമായത്. വിശ്വസിക്കാൻ കൊള്ളില്ല ശ്രുത ചേച്ചി. അവര് പറഞ്ഞത് കള്ളാണെങ്കിലോ? സത്യം എന്താന്ന് ഡോക്ടറോട് ചോദിക്കാം. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. എന്തെങ്കിലും ആയിക്കോട്ടെ, ശ്രുതിയുടെ ഒരു കാര്യത്തിലും നമ്മൾ തലയിടണ്ട. ദേ അവൾ ഇനി ഇവിടെ വരുമായിരിക്കും. നീ അവളോടൊന്നും ചോദിക്കില്ലേ? എന്തിന്? കണ്ട ഭാവം പോലും നടിക്കണ്ട. ദേ നമ്മളായി നമ്മുടെ പാടായി. നീ ഇവിടെ ജോലി ചെയ്യാനല്ലേ വന്നത്? അതങ്ങ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. എന്നെ നിങ്ങളെയൊക്കെ അപമാനിക്കാനും താഴ്ത്തിക്കെട്ടാനും വഴക്ക് പറയാനും ഒക്കെ ഓരോ കാരണം നോക്കി നിക്ക. സച്ചേണ്ട അമ്മ ഇനി നമ്മളായിട്ടൊരു കാരണം ഉണ്ടാക്കരുത്. ഇല്ല ചേച്ചി, ഞാൻ ആ കാര്യം വിട്ടു. ചേച്ചി പറഞ്ഞ പോലെ എന്തിനാ നമ്മൾ അവരുടെ കാര്യത്തിൽ തലയിടുന്നത്? എന്തേലും ആവട്ടെ. ശരി, എനിക്ക് പൂവെടുക്കാനുണ്ട്. ഞാൻ പോട്ടെ. ശരി. ഹലോ ദേവിക, താൻ ചെന്നൊന്ന് മാനേജറെ കാണും. ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താ മാഡം? ശരി. ആ പേഷ്യന്റിന്റെ കാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ വേണം. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സർ. ദേവിക എന്തിനാ ഇവിടെ വന്നത്? സർ കാണുമെന്ന് പറഞ്ഞല്ലോ. അതല്ല, ദേവിക എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നതെന്നാ ചോദിച്ചേ. അക്കൗണ്ടന്റ് ജോലിക്ക്. ആണല്ലോ, അപ്പൊ ആ ജോലി ചെയ്യണം. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത വിഷയത്തിൽ തലയിടുന്നത്? സർ ഞാനെന്താ ചെയ്തേ? ഇവിടുത്തെ പേഷ്യന്റ് ആണ് ശ്രുതി മാഡം. അവരുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് എന്തിനാണ് നീ ചോർത്തി പുറത്തുവിട്ടത്? സർ ഞാൻ എന്റെ ചേച്ചിയോടാ പറഞ്ഞേ, പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. നീ അത് തന്ത്രപൂർവ്വം നേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ചേച്ചിയോട് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? സർ ശ്രുതി ചേച്ചിന്റെ റിലേറ്റീവാ. അതൊക്കെ വീട്ടില്, ഇത് ഹോസ്പിറ്റലാ. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് പുറത്താരോടും പറയരുതെന്ന് തനിക്കറിയത്തില്ലേ? നിന്റെ ജോലി അക്കൗണ്ട്സിലാണ്. അത് മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഇത്തരം കാര്യത്തിലല്ലേ നിന്റെ ശ്രദ്ധ. സോറി സർ. ശ്രുതി മേഡം ഇവിടെ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിരുന്നു. ഇനി മേലിൽ ഈ ഹോസ്പിറ്റൽ വരില്ലെന്നാ പറഞ്ഞേ. ദേവിക കാരണം ഒരു പേഷ്യന്റ് പോയി. ഇത് പുറത്തറിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. സർ ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഡിഗ്രിക്ക് ദേവിക്ക് നല്ല മാർക്കുണ്ട്. ഇന്റർവ്യൂവിൽ നന്നായി പെർഫോമൻസ് ചെയ്തു. അതുകൊണ്ടാണ് ദേവിക്ക് ഇവിടെ ജോലി തന്നത്. പക്ഷെ ഈ ചെയ്തത് പൊറുക്കാൻ കഴിയില്ല. തനിക്ക് ഇനി ഇവിടെ ജോലിയില്ല. സർ അങ്ങനെ പറയില്ലേ സർ. സോറി സർ, അറിയാതെ പറ്റിപ്പോയതാ. ഇനി ഇങ്ങനെ ചെയ്യില്ല. ഒന്നും പറയണ്ട. നാളെ മുതൽ ദേവിക ജോലിക്ക് വരണ്ട. സർ വളരെ കഷ്ടപ്പെട്ട എന്റെ അമ്മയും ചേച്ചി എന്നെ പഠിപ്പിച്ചത്. കേട്ടല്ലോ അവരുടെ ജോലി. ചെറിയ വരുമാനമേ ഉള്ളൂ സർ. എനിക്കിവിടെ ജോലി കിട്ടിയത് വലിയ ആശ്വാസമായിരുന്നു. കുടുംബം രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷത്തില എല്ലാവരും. ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ. അപ്പൊ തന്നെ അത് നഷ്ടപ്പെട്ട എല്ലാരും തകർന്നു പോകും സർ. പ്ലീസ് സർ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ ഓർക്കണമായിരുന്നു. സർ പ്ലീസ് സർ. ശരി, ദേവികയുടെ കുടുംബത്തെ ഓർത്ത് ഇത്തവണ ഞാൻ ക്ഷമിക്കുന്നു. ഇത് ലാസ്റ്റ് വാണിയാ. ഇനി ഇത് ആവർത്തിച്ചാൽ ദേവിക ഇവിടെ ഉണ്ടാവില്ല. നീ തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷ തന്നല്ലേ പറ്റൂ. ഈ മാസം നിനക്ക് ഇവിടുന്ന് പകുതി സാലറി തരൂ. അതാണ് തനിക്കുള്ള ശിക്ഷ. പറ്റില്ലെങ്കിൽ ജോലി വിട്ടു പൊക്കോളൂ. ഇല്ല സർ, ഈ ജോലി ഞാൻ വിടില്ല. ഈ മാസം എനിക്ക് പകുതി സാലറി മതി. നേരിൽ ഇത് ആവർത്തിക്കരുത്. നീ നിന്റെ ജോലി മാത്രം ചെയ്യുക. സച്ചേനെ വിളിച്ചില്ലല്ലോ. സച്ചേന്റെ 100 ആയസാ. എന്നാ നീ ജോലിസിന്റെ അടുത്ത് പോയിരുന്നു? അദ്ദേഹം പറഞ്ഞ അയ്യോ അതല്ല, ഞാനിപ്പോ സച്ചേനെ കുറിച്ച് വിചാരിച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ ഇങ്ങോട്ട് വിളിച്ചു. അതാ 100 ആയസെന്ന് പറഞ്ഞ്. ഒരാളെ കുറിച്ച് വിചാരിച്ച അയാൾക്ക് 100 ആയുസ് ഉണ്ടാവുമെങ്കിൽ പിന്നെ ആളുകൾ എന്തെങ്കിലും ശരിക്കും ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യണം. ആരോടെങ്കിലും അയാളെ കുറിച്ച് വിചാരിക്കാൻ പറഞ്ഞ പോലെ. അപ്പൊ 100 ആയുസ് കിട്ടുമല്ലോ. ചുമ്മാ ഒരൊന്നും പറയാതെ എപ്പോ വരും അത് പറ. ഞാൻ അത് പറയാനാ വിളിച്ചേ. ഞാനേ ഇന്ന് വരില്ല. വരില്ലെന്നോ? വരില്ല. ഒരു വലിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. എവിടേക്കാ പോകുന്നേ? ചേവണൂര്. അയ്യോ, അപ്പോ രാത്രി മുഴുവൻ കാർ ഓടിക്കേണ്ടി വരില്ലേ? ഓടിക്കണം. അപ്പൊ ടയർഡാവില്ലേ സച്ചേട്ടാ? ടയർഡാവും. രാത്രി വിശക്കുമ്പോ എന്ത് ചെയ്യും? വിശക്കും എന്താ ചെയ്യാ, ഭക്ഷണം കഴിക്കും. എവിടുന്ന് സച്ചേട്ട് ഭക്ഷണം കഴിക്കുന്നേ? ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഏത് ഹോട്ടലിൽ നിന്ന്? എന്റെ രേവതി റോഡരികിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കും. അല്ല, എന്താ കഴിക്കാൻ പോണേ? അവിടെയുള്ള എന്തെങ്കിലും കഴിക്കും. സച്ചേട്ടാ രാത്രി കാർ ഓടിക്കുമ്പോ ഉറക്കം വരുമോ? ഉറക്കം വരും. ഉറക്കം വന്ന് എന്ത് ചെയ്യും? ഉറക്കം വരുമ്പോ ഞാൻ കാർ അങ്ങോട്ട് നിർത്തിയിട്ട് നാട് റോഡിൽ ഇറങ്ങി ഡാൻസ് കളിക്കും. അപ്പൊ ഉറക്കം പോകും. എന്നിട്ട് വീണ്ടും കാർ ഓടിക്കും. അപ്പൊ പിന്നെ ഉറക്കം വന്നാലോ? രേവതി, നീ ഫോൺ കെട്ടിട്ട് പോകുന്ന അതിന് നല്ലത്. നീ വെച്ചിട്ട് പോയേ. അപ്പൊ വീട്ടിലെത്താ രാവിലെ ആവൂലേ? രാവിലെ ആവും. കുറച്ചു മുമ്പേ സീനിയേച്ചിനെ വിളിച്ചിട്ട് രാത്രി മാല കിട്ടാൻ വരുമെന്ന് ചോദിച്ചായിരുന്നു. നീ പോയിട്ട് വരാ. അപ്പൊ ശരി, എന്നാല് നമുക്ക് രാവിലെ കാണാം. വേറൊന്നും പറയാനില്ല, വെക്കുക. അല്ല, സച്ചിൻ രാവിലെ എത്ര മണിക്ക് വരും? ഞാൻ പോയിട്ട് വരുന്നത് വരെ നിർത്താതെ ഫോൺ ചെയ്യാനുള്ള പരിപാടിയാണോ? ശരി ശരി, ഇനി ചോദ്യം ഉത്തരവൊക്കെ പോയി വന്നിട്ട്. ഓക്കെ ശരി സച്ചേട്ടാ. ഹലോ വർഷേ, നീ വീട്ടിൽ എത്തിയോ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ ശ്രീകാന്ത്. ശ്രീകാന്ത് ഇപ്പൊ വരും. നമുക്കിന്ന് ഡിന്നറേ പുറത്തുനിന്ന് കഴിക്കാം. അയ്യോ, ഇന്ന് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും വർഷേ. അതെന്താ കാരണം? ഇന്നോട് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. രാത്രി 12 മണിക്ക് ശേഷം ഫംഗ്ഷൻ. അത് കഴിയാതെ എനിക്ക് വരാൻ പറ്റില്ല. ഇതിനോട് കുറച്ച് നേരത്തെ വിളിച്ച് പറഞ്ഞൂടെ ശ്രീകാന്തേ? ഇപ്പഴാ എന്നോട് ഒന്ന് പറയുന്നേ. നമുക്ക് നാളെ പുറത്തു പോവാം. ഞാൻ പുറത്തു പോവാന്ന് പറയുന്ന ദിവസം അത് ഒഴിവാക്കാനായിട്ട് ശ്രീകാന്തിന് എന്തെങ്കിലും ഒരു റീസൺ കാണും. ജോലി ഒഴിവാക്കിയിട്ട് വരാൻ പറ്റില്ലല്ലോ വർഷേ. ഞാൻ നാളെ പുറത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞില്ലേ?
നാളെ ശ്രീകാന്തിന് വേറെ എന്തെങ്കിലും റീസൺ കാണും. ഇനി ശ്രീകാന്ത് എന്നെയും കൂട്ടി എവിടെയും പോകണ്ട. ഞാൻ ഇനി ശ്രീകാന്തിന്റെ കൂടെ വരുന്നില്ല പോലെ. അയ്യോ ശ്രീകാന്ത് ഇന്ന് വരെ ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞ്. ഞാൻ ഉറങ്ങാൻ പോവാ. ശ്രീകാന്തിന് വേണ്ടി കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ശ്രീകാന്ത് വിളിച്ചാൽ ഞാൻ വാതിലും തുറക്കില്ല. നീ വരാന്തയിലും മറ്റു കിടന്നോ. ഹലോ ഹലോ അയ്യോ വർഷം ഹലോ അയ്യോ അയ്യോ അവള് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യോ? ഇനിയിപ്പോ വരാതെ കിടക്കേണ്ടി വരുമോ?